എന്താ പഴയൊരു എന്താ പറയാ ഒരാളും കൂടി കൈതോല പായ വിരിച്ച്. ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ അംഗൻവാടിക്ക് പോവാണ് കേട്ടോ. ഇന്നലെ ലച്ചുമോളെ കൊണ്ടുപോയാക്കി, ഇന്ന് ഞങ്ങൾ കിളികളെ കൊണ്ടുപോയാക്കാൻ പോവാം. ഒരു വെള്ളക്കുപ്പിയുടെ കിളികൾ ഇതാ റെഡിയായി. ഒരു കിളി പോലെ വാ. ചേച്ചി നേരത്തെ പോവും. കിളികൾക്ക് ഒരു സമയമുണ്ട്, അപ്പോഴേ പോവുള്ളൂ. പോലെ ഹായ്. ഇത് കുഞ്ഞിക്കിളി, പറഞ്ഞാൽ കേൾക്കാത്ത കിളിയാണ് ഈ കിളി. ഇനി ഇത് ഞാൻ പിടിക്കണോ? വണ്ടി വരണേ. കിളികൾ കണ്ടോ? ഹായ് പറഞ്ഞ രണ്ടാളും ഹായ്. ഒരാളും കൂടി നടക്കി. അംഗൻവാടി ഇതാ ഈ കാണുന്നത് അംഗൻവാടി. ഇവിടുന്ന് 2 അടി നടന്ന അംഗൻവാടിയായി. അതിലൊരു 4 ആൾ വേണം കൊണ്ടുപോയാൽ. വേഗം നടക്ക്, ടീച്ചറെ വന്നാണ്. അംഗൻവാടിയിൽ വന്നാൽ പിന്നെ ഇറങ്ങി. ഓയ് വാ. എങ്ങനെയൊക്കെയത്? അതാ ചേച്ചി വന്നു. ചേച്ചി വന്നു. വേഗം ഇപ്പൊ മെല്ലെ ഇവിടുന്ന് മുങ്ങണം. ഇത് കാണാതെ അതിപ്പോ എങ്ങനെ നടക്കാൻ നോക്കട്ടെ. അങ്ങനെ ടാറ്റ ഉമ്മയൊക്കെ തന്ന് അംഗൻവാടിയിലാക്കി പോന്നു. വീട്ടിലെത്തി. ഇനി കുറച്ച് അടുക്കളപ്പണിയുണ്ട്, കറി ഉണ്ടാക്കാനുണ്ട്. ശരിയേ. അങ്ങനെ അടുക്കളയിലെത്തി. അടുക്കളയിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ. അമ്മയും അഞ്ചും കൂടെ പഞ്ചായത്തിൽ പോയതാണ്. വീടിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ശരിയാക്കാനും കണ്ടപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്, ഇനി കറി വെക്കാനുണ്ട്, പിന്നെ ഉപ്പേരി വെക്കാനുണ്ട്, പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ ഇവരെ അംഗൻവാടിക്ക് ആക്കിയിട്ടേ അതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ അവരൊക്കെ ആക്കിയിട്ട് ചോറ് വാർക്കുകയാണ്. പിന്നെ ചോറ് വാർത്ത് വെച്ചു. ഇനി കറി അടുപ്പത്തുണ്ട്, പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അശ്വതി അവിടെ അകം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ആളുണ്ടെങ്കിൽ പിന്നെ ഓരോരുത്തരും ഓരോ പണി എങ്ങനെ എടുത്താലും വേഗം തീരും ചെയ്യും കേട്ടോ. സാധാരണ അവിടെ വീട്ടിൽ 10-11 മണിയാകുമ്പോഴേക്ക് ചോറും കറിയും എല്ലാ പണിയും ഒരുങ്ങി അവർ ഫ്രീ ആയിട്ടിരിക്കും. അംഗൻവാടിക്കാരൊക്കെ പോയി, ഉച്ചഭക്ഷണമൊക്കെ റെഡിയായി, വെറുതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ചെറിയൊരാഗ്രഹം, എൻ്റെ പഴയൊരു എന്താ പറയുക, എൻ്റെ പഴയൊരു അതിനെക്കുറിച്ച് എന്താ പറയുക, അത് കിട്ടണില്ല പറയാൻ. അതൊന്ന് വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. സൈക്കിൾ ചവിട്ടുക കേട്ടല്ലേ. നല്ല സൈക്കിളല്ലോ. അല്ലൊന്ന് സ്കൂളിൽ പോയിട്ട് കേട്ടോ. അന്ന് അവന് ചെറിയ കള്ളത്തരം, സ്കൂളിൽ ടീച്ചർമാരൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ ഒരു പഴയൊരു മോഹം, അതായത് പണ്ട് സൈക്കിൾ ചവിട്ടി പഠിച്ചിരുന്നു. അന്ന് പഠിപ്പിച്ചിരുന്നത് സുമേഷാണ് കേട്ടോ. അതായത് എൻ്റെ ചെറിയ ആങ്ങള. അവന് ഇപ്പോൾ അല്ലുവിൻ്റെ പ്രായം, അതായിരുന്നു സുമേഷിൻ്റെ പ്രായം. അവനാണ് എന്നെ പഠിപ്പിച്ചത്. അന്ന് ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയി സൈക്കിൾ ചവിട്ടി പഠിക്കും. ഇവൻ എൻ്റെ ഊരയ്ക്ക് ഇങ്ങനെ തല്ലും. കാരണം ഊരങ്ങനെ വളഞ്ഞു പോകും. സൈക്കിൾ വളയുന്നതിനനുസരിച്ച് എൻ്റെ ഊരയും വളയും. എന്നിട്ട് ഊര് വളയ്ക്കാൻ പാടില്ല പറഞ്ഞാൽ നല്ല തല്ലും. അങ്ങനെ സൈക്കിൾ ചവിട്ടി പഠിച്ച് സൈക്കിൾ അങ്ങനെ ഓട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ശരിക്കും സൈക്കിൾ ചവിട്ടി പഠിച്ചാൽ സ്കൂട്ടി ഓടിക്കാനൊരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറയുന്നേക്കാം. ഏതായാലും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ സൈക്കിളൊന്ന് ചവിട്ടാൻ നോക്കുന്നത്. ശരിയാവുമെന്നൊന്നും അറിയില്ല. അങ്ങനെ സൈക്കിൾ ചവിട്ടുന്നത് 8 നിലയിൽ പൊട്ടിപ്പോയി.
നല്ല വെയിലത്ത് സൈക്കിൾ ചവിട്ടാൻ ധൈര്യമല്ല. 2-3 പ്രാവശ്യം സൈക്കിളിൽ വന്ന് കുത്തിമറിഞ്ഞ് വീഴാൻ നോക്കി. അതുകൊണ്ട് സൈക്കിൾ ചവിട്ടൽ നിർത്തിയിട്ടോ. ആ മോഹം പൊട്ടിപ്പോയി. സൈക്കിൾ ചവിട്ടുന്നത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. കൈ വിട്ടൊന്നും വിടണ്ടേ ലൂസ്. മതി. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞാനും അമ്മയും അശ്വതിയും കുട്ടികളും എല്ലും ബാലും കൂടെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അമ്മമ്മേനെയും അമ്മച്ചനെയും കാണാൻ. അപ്പോൾ ഞാൻ വളയത്ത് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുൻപ് അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇതാ 3/4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അമ്മേൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അമ്മച്ചൻ ഇതാ അവിടെ ഉണ്ട്. പിന്നെ അല്ലുവിന് വന്നപ്പോൾ തന്നെ ഒരു ചൂണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചൂണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്കി ഇടൂലേ, ഇപ്പോൾ പുതിയ ട്രെൻഡ് ചൂണ്ടലുണ്ടല്ലോ. അതായത് ചെറിയ വടി പോലെ പിന്നെ അതിങ്ങനെ നീട്ടി കൊണ്ടുവരും, അങ്ങനത്തെ ഒരു ചൂണ്ട. അത് എങ്ങനെയോ അവൻ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് തോടും കുളവും എല്ലാം ഉണ്ട്. എങ്ങനെയായാലും അത് കണ്ടുപിടിക്കും. പിന്നെ ഞാൻ വന്നാൽ പിന്നെ ചെടികളും പൂക്കളൊക്കെ ആദ്യം നോക്കുള്ളൂ. ഇതാ എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറ് നമ്മുടെ മെലാസ്റ്റോമ ചെടി കണ്ടോ പൂത്ത് നിൽക്കുന്നത്. ഇതിങ്ങനെ കണ്ടിട്ട് കൊതി തോന്നിയിട്ടാണ് ഞാൻ അന്ന് വീട്ടിൽ ഒരു തൈ വാങ്ങിയത് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി കുളം കാണാൻ പോകുന്നതാണ് കേട്ടോ. പക്ഷെ ഈ ഇവരൊക്കെ കൊണ്ട് കുളം ഇവിടെ ചെമ്പരത്തി പൂവൊക്കെ എന്ത് രസമല്ലേ ചെമ്പരത്തി കാണാൻ. രസമുണ്ട്. അല്ലോ ബാലു വാ. ഈ തെങ്ങിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയാൻ പറ്റൂല. ഞാൻ ചെറുതായെന്നേ ഈ തെങ്ങ് ഇവിടെ ഉണ്ട് ഇതേപോലെ തന്നെ. എത്ര കൊല്ലം ഒന്ന് ആലോചിച്ച് നോക്കിയാ. അതിന് ചിലപ്പോൾ ഒരു 10-60 പിന്നെ കൊല്ലം ഉണ്ടാവും, വർഷം പഴക്കമുണ്ടാവും. എൻ്റെ വീട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് പാടത്തൊന്ന് പോകണം, പിന്നെ കുളത്തിലൊന്ന് പോകണം. അത് നിർബന്ധം. പണ്ട് കുളത്തിലൊക്കെ കുളിച്ചു 4ാം ക്ലാസ് വരെ ഞാൻ അമ്മേൻ്റെ വീട്ടിലാണ് പഠിച്ചത്. അന്ന് തൊട്ടുള്ള കുളമാണ്. എന്ത് രസമാണ്. പണ്ടൊക്കെ ഇവിടെ പാടമായിരുന്നു. നെല്ല് പാടം നെല്ല്. ഇപ്പോൾ കവുങ്ങ് തെങ്ങ്. പണ്ടൊക്കെ ഇതിൽ എത്രയും നെല്ലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പം നെല്ല് മാറി എല്ലാം കവുങ്ങായി. തെങ്ങ് അതേ ഉണ്ട്. എന്നേതാ ഈ വരമ്പ് തെങ്ങ് കണ്ടേ. ഈ തെങ്ങിൽ നിറയെ തൂക്കണാങ്കുരുവീൻ്റെ കൂടുണ്ടായിരുന്നു. തൂക്കണാങ്കുരുവികൾ എത്ര ഉണ്ടായിരുന്നു അറിയും. എന്ത് രസമായിരുന്നു വൈകുന്നേരമായ ആ കുരുവികളെ കാണാൻ. ഇപ്പോൾ ഒരൊറ്റ കുരുവികളുമില്ല, കൂടുമില്ല. തെങ്ങുമ്പോൾ തേങ്ങയും കാണാനില്ല. തേങ്ങ കുറവ്. തോട് തൊഴിലുറപ്പുകാരെ ഒന്നാക്കിയതാട്ടോ തോട്. നിറയെ വാൽട്ടാ അല്ലുട്ടാ. പിന്നെ പാമ്പാളുണ്ട്, അങ്ങോട്ട് പോര്. വാ. ഇത് ആദ്യത്തെ വീഡിയോയിലൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ ഇവിടെ വന്നാൽ അധികം ഇങ്ങോട്ട് വരാറുണ്ട്. ഇങ്ങനെ കണ്ടാൽ പാലക്കാട് കൊല്ലംകോട് ഭാഗങ്ങളിലെ പാടത്തിൻ്റെ കരയിൽ കൂടെ ഇങ്ങനെ തിണ്ട് പോലെ ഉണ്ടാവുമല്ലോ. മഴക്കാലമായാൽ മീൻ പിടിക്കാനൊക്കെ വരുന്ന സ്ഥലമാണിത്. ചെറിയ കുട്ടികളെല്ലാം കൂടിയിട്ട്. തെങ്ങൊക്കെ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഒരു തെങ്ങിൻ്റെ ആയുസ് എത്രയാണെന്ന് എനിക്കറിയില്ല. അത് ആ തെങ്ങ് എത്ര വർഷം പഴക്കേണ്ട ദൈവമേ ഈ തെങ്ങിനൊക്കെ. കിളിക്കുഞ്ഞെ ഒരു കിളീൻ്റെ മുന്നിലുണ്ട്. ഈ കൈതല്ലേ അത് മറ്റേ നമ്മളെ പായ നെയ്യുന്ന കൈതയാണ്. പായല്ലേ പായ കൈതോല. പുൽപ്പായല്ല ഓല. അതന്നെ. മടക്കി വെക്കണ ഓലപ്പായല്ലേ കൈതോല പായ വിരിച്ച്. അത് കേട്ടില്ലേ? അപ്പൊ മറ്റേ പുല്ലോ പുല്ലല്ല ഓല കൊണ്ട് തന്നെ മടക്കിയാല് അത് നമ്മളെ ഈ തെങ്ങിന്റെ ഓലിനോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കൈതോല പായ വിരിച്ച് ഈ കൈതേനോണ്ട് ഉണ്ടാക്കും. തോട്ടിന്റെ കരയിലാണ് അധികം ഈ കൈത ഉണ്ടാവുക. ഇവിടെ വന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു നഷ്ടബോധമാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങളിവിടെ ഇരുന്നു. അത് കഴിഞ്ഞതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.